നിങ്ങളിൽ പലരും ഇടുന്ന ചില കമന്റ്സുകൾ വായിക്കുമ്പോൾ ഞങ്ങൾ ശരിക്കും ഇവിടെ ചിരിക്കാറുണ്ട്. ഇതിനു മുമ്പ് ധാരാളം കമന്റ്സ് വന്നിട്ടുണ്ട്. എന്നാൽ അടുപ്പിച്ച് ഒത്തിരി കമന്റ്സ് വന്ന ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഇട്ട പൊറോട്ടയുടെ വീഡിയോ. അത് നിങ്ങളെപ്പോലെ തന്നെ വളരെയധികം എൻജോയ് ചെയ്ത് ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. ചിരിച്ച് ചിരിച്ച് ഒരു പരുവമായി വയറു നൊന്തു, എനിക്ക് തലകറക്കം വന്നു. അത്രയ്ക്ക് എൻജോയ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. ചില വീഡിയോകൾ എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ചിരി സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒത്തിരി സമയം എടുത്താണ് എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ പൊറോട്ട വീഡിയോ. അതിൽ ഞങ്ങളെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച കുറച്ച് കമന്റ്സുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും അത് ഇപ്പൊ ഞാനും ജോസാനും മാത്രമല്ല, റിജോയും കമന്റ്സ് നോക്കാറുണ്ട്. അപ്പൊ റിജോയും ചില കമന്റ്സിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കണ്ടോന്ന് ചോദിച്ചിട്ട്, ഇതേപോലെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ചിരിച്ച ഒരു വീഡിയോ ആയിരുന്നു കുറെ നാളുകൾക്ക് മുമ്പ് ഒരു വ്ളോഗിൽ എലീസ പറഞ്ഞത് പപ്പയുടെ ജെട്ടി, പപ്പയുടെ പാവാട. അത് ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു വീഡിയോയാ. ചിലര് കമന്റ് കണ്ടാലേ അറിയാം ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടവരാണെന്ന്. അതിലെ പ്രധാനപ്പെട്ട ഒരു കമന്റ് എനിക്ക് തോന്നിയത്, കുഴയ്ക്കുമ്പോൾ വായിൽ നിന്നും തുപ്പൽ തെറിക്കൂടാ. അത് വത്സവമ്മ അടുക്കളയിൽ നിന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ആ വീഡിയോയിൽ കേൾക്കത്തുള്ളൂ. നിങ്ങൾ എല്ലാവരും ഇടുന്ന കമന്റ്സ് ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എന്നാൽ ഒത്തിരി നിങ്ങളെ ഞങ്ങൾ ചിരിപ്പിച്ചതുപോലെ ഞങ്ങളെ ചിരിപ്പിച്ച കുറച്ച് കമന്റ്സ് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ആർക്കും ഒന്നും തോന്നരുത്. ന്യൂ ഇയർ ആയിട്ട് നിങ്ങളെ ഇത്രയും സന്തോഷിപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് റിജോയുടെ ഒരു ഐഡിയ ആയിരുന്നു. ലാസ്റ്റിൽ നമ്മൾക്ക് എല്ലാവർക്കും ഓരോ പൊറോട്ട അടിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന്. എനിക്ക് തോന്നുന്നു ആ വീഡിയോയിൽ എല്ലാവരും എൻജോയ് ചെയ്ത ഒരു പാർട്ട് എന്ന് പറയുന്നത് ആ ഒരു ഭാഗമായിരുന്നു. പക്ഷെ റെഗുലറായിട്ട് വീഡിയോ കാണുന്ന പലരും ആ വീഡിയോ കണ്ടിട്ടില്ല. നോട്ടിഫിക്കേഷൻ കിട്ടാത്തതായിരിക്കാം കാരണം. ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ പലരും ആ വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ നല്ല വ്യൂസ് ആണ് പ്രതീക്ഷിച്ചത്. ഇനി എന്നേലും കാണുമായിരിക്കാം അല്ലേ? പാമ്പ് വെച്ച് ബാക്കി നാടൻ ശൈലിയിലുള്ളൊരു ഗ്ലാസ് ബിരിയാണി. അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. അയ്യോ, ക്ലീൻ ചെയ്യുവാന്നോ, തുടച്ചുവാന്നോ? ഹലോ, ഹെഡ്മീലർന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടു കാണും, റിജോയുടെ സിസ്റ്ററും ഹസ്ബൻഡും വന്നിട്ടില്ലേ. അപ്പൊ അവരിപ്പോ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ആയിരിക്കും, നാളെ രാവിലെ പോകത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പൊ അവിടെ എല്ലാരെയും കൂടെയാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്. പക്ഷേ വത്സമാമയ്ക്ക് വരാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാലോ, അമ്മച്ചി അവിടെയുണ്ട്. അപ്പൊ അമ്മച്ചി ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ പറ്റില്ല. ബാക്കി എല്ലാവരും കാണും. അപ്പൊ ഞാനിന്ന് പ്ലാൻ ചെയ്യുന്നതേ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയാ. എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോകൾ അതല്ലെങ്കിൽ വ്ളോഗുകൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 10-15 വീഡിയോ എടുത്ത് നോക്കിയാലും അതിനകത്ത് ഒരു കമന്റ് കാണാം, ലവ്ലി എന്ന് പറഞ്ഞിട്ട്, ചേച്ചി ഫിഷ് ബിരിയാണി ഇടണേ, ഫിഷ് ബിരിയാണി ഇടണേ. അപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ഇടാൻ പറ്റുമെന്ന്. ഇപ്പൊ പിന്നെ എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട്. ഫിഷ് ബിരിയാണി ആയിക്കോട്ടെ, അതാവുമ്പോൾ എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മീൻ ബിരിയാണി വെക്കാനായിട്ട് ഇതാ കേരമീനാണ് 1 കിലോ. കേരമീൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് മേടിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ക്ലീൻ ആക്കി ഫ്രൈ ചെയ്യാനായിട്ട് മസാലയൊക്കെ പുരട്ടണം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പീസുകളായിട്ടാണ് ചെയ്തേക്കുന്നത്. ബിരിയാണിക്കല്ലേ, അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ല ഫ്രഷ് മീനാണ്. ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ. അപ്പം നന്നായിട്ട് കഴുകി നമുക്കിത് വെള്ളം വാലാനായിട്ടൊരു കണ്ണോപ്പയിലോട്ട് ഇങ്ങനെ ഇട്ട് വെക്കാം. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടി മീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കുക. അതായത് മുള്ളില്ലാത്ത പീസായിട്ടുള്ള മീനാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് 1 കിലോ മീനുണ്ട്. അത് പേസ്റ്റ് ആക്കാൻ, അതിന് നമുക്ക് വറക്കാനായിട്ടൊന്ന് മസാല പുരട്ടണം. കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 അല്ലി കൊച്ചുള്ളി, കുറച്ച് ഇഞ്ചി, മല്ലിയില, ലേശം പുതിനയില, കറിവേപ്പില. അപ്പോൾ ദാ നന്നായിട്ട് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണും ഇഞ്ചി പേസ്റ്റ് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണും വേണം. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തോണേ, അതായിരിക്കും നല്ലൊരു കളറ് കിട്ടും, എരിയും കുറവായിരിക്കും. 1 ടേബിൾ സ്പൂൺ ഫുള്ളും, ബാക്കി ഇതേ ഇത്രയും 1.5 ഇച്ചിരി കൂടെ
1.25 ടേബിൾ സ്പൂൺ കണക്കാക്കിക്കൂ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമുക്ക് ഇനി ആവശ്യമുണ്ട്, തൽക്കാലം ഇത്രയും മതി. 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നാരങ്ങ നീരെടുത്താലും മതിയേ. 1 ടീസ്പൂൺ കോൺഫ്ലോർ. കോൺഫ്ലോർ വേണമെന്ന് നിർബന്ധമില്ല, ലേശം ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടി ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ. ഉണ്ടെങ്കിൽ എടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കണേ പരുവാന്നോന്നു. ഇനി നമുക്ക് മീനകത്തോട്ട് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് മസാല പുരട്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ മസാലയ്ക്കകത്ത് ഇരുന്നാൽ ഏറ്റവും നല്ലതാണ്. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചേക്കണേ. ഞാനിത് നല്ലതുപോലെ കുറച്ച് സമയം കൂടുതൽ സമയം വെക്കുന്നുണ്ട്. ഇപ്പം അതേ സമയം ഉച്ചയ്ക്ക് 1:30 കഴിഞ്ഞതേ ഉള്ളൂ. ഞാനിത് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഏതായാലും ഒരു 3-4 മണിയൊക്കെ ആവും. അത്രയും നേരം ഇത് മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരിക്കാനാണ്. എത്രയും മസാല പുരട്ടി വെച്ചിരിക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് നമ്മുടെ പൊറോട്ട വീഡിയോ വന്ന് കാണും ഓൾറെഡി. പിന്നെ ആടിൻ്റെ കറിയും റൈസും കൂടെ വെച്ചത് അത് നിങ്ങൾ കണ്ടു കാണും. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ നേരത്തെ ഒരു ഇറച്ചിച്ചോറുണ്ടാക്കിയില്ലേ, അത് നല്ല ടേസ്റ്റിയാണ് സംഭവം. അത് ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചേ. സത്യം പറഞ്ഞാൽ ഞാൻ ആ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. എന്ത് ഫുഡ് റെഡിയാക്കണം, നോർമൽ നമ്മുടെ സാധാ ഊണ് റെഡിയാക്കണോ അതോ ഇനി ഫ്രൈഡ് റൈസ് എങ്ങാണോ ഉണ്ടാക്കണോ. അന്നേരം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് ജസ്വിൻ ചിക്കൻ കഴിക്കത്തില്ല, ഒട്ടുമേ കഴിക്കില്ല. പിന്നെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അടുപ്പിച്ച് ബീഫും ആടും ഒക്കെ കഴിച്ചു മടുത്തു. അന്നേരം ജസ്വിൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് കഞ്ഞിയും പയറും മതി, ഏറ്റവും ബെസ്റ്റ് അതാണ്. അപ്പം ഞാൻ പറഞ്ഞു, വീട്ടിലെ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് കഞ്ഞിയും പയറും തന്നു വിടുന്ന മോശമല്ലേ. നമ്മുടെ മസാല കറക്റ്റ് ആയിരുന്നു, ഒട്ടും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇത് നിങ്ങൾ വിചാരിക്കും, അയ്യോ ചേച്ചി ഏതേണ്ട പൊടിഞ്ഞൊക്കെ പോയല്ലോ, ഇതെന്ത് ചെയ്യാനാന്ന്. ഡോൺ വെറി, ഇത് നമുക്ക് ആവശ്യമുണ്ട് കുട്ടികളെ. അപ്പോൾ അതിനെ കളയണ്ട. പൊടിഞ്ഞതുപോലൊക്കെ ഇരിക്കുന്നത് നമുക്ക് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം. അത് നമുക്ക് അതുപോലെ തന്നെ വേറെ ആവശ്യമുണ്ട്. ഒരു 2-3 പീസ് അങ്ങനെ ആയിപ്പോയി, സാരമില്ല. നമുക്ക് മസാല ഒട്ടുമേ ബാക്കിയില്ല കേട്ടോ. കറക്റ്റ് എല്ലാത്തിലും പിടിപ്പിക്കാനുള്ളതേ ഉള്ളായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് ഒതുക്കി വെക്കാം. ഇത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണേ വെക്കേണ്ടത്. അപ്പം ഇങ്ങനെ അടുങ്ങി ഇരിക്കുമ്പോൾ നന്നായിട്ട് അതിനകത്ത് മസാലയൊക്കെ പിടിക്കും. 30 പീസുണ്ട് എല്ലാം കൂടെ. അപ്പം നമുക്ക് ഇനിയും ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ വേണേ. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നോ കുറച്ച് കൂടുതലങ്ങ് പൊളിച്ചിട്ട് മിക്സിയിൽ പേസ്റ്റാക്കി വെക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഇച്ചിരി ഉപ്പൂടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം, ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാമല്ലോ. അപ്പം ഞാനിവിടെ കുറേ ഉള്ളിയും പൊളിച്ചു, ഇഞ്ചിയും ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് പേസ്റ്റാക്കട്ടെ. കാരണം നമ്മുടെ മസാലയ്ക്ക് റൈസിന് ഒക്കെ ഈ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ വേണം. അപ്പോൾ അതാ ഞാനിവിടെ 8 സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിയണം മസാലയ്ക്ക് വേണ്ടി. ഞാനിവിടെ 1.5 കിലോ അരിയാണ് എടുക്കുന്നത്, ബസ്മതിയുടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ്. അപ്പോൾ അത്രയും അരിക്ക് വേണ്ടിയുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അരയ്ക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് റെഡിയായി കിട്ടുമേ, നൈസായിട്ട് വീഴുകയും ചെയ്യും. ഇതൊക്കെ ഉണ്ടോ, ഇങ്ങനെ നൈസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഏകദേശം 3.5 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിരുന്നേ മസാല പുരട്ടി. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണേ, അതിനാ ടേസ്റ്റ്. അപ്പോൾ ഇത് ഒറ്റ പ്രാവശ്യമായിട്ട് എന്തായാലും എനിക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് നമുക്കിത് തിരിച്ചിടാം. ഇത് സാധാരണ നമ്മൾ മീൻ ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കത്തില്ലേ, അതുപോലെ ഫ്രൈ ആവണ്ട കേട്ടോ. ആ ചെറിയൊരു സോഫ്റ്റ്നെസ് നമുക്ക് വേണം. അതായത് ഒരു 1/4 ഭാഗം, ഒത്തിരി അങ്ങ് മൊരിയണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം കൊണ്ട് എനിക്ക് ഫ്രൈ ചെയ്ത് തീരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എണ്ണ ഇത്രയും ഒഴിച്ചത്. കാരണം നമുക്കിനി ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇത് പൊടിയാതെ നന്നായിട്ട് മറിച്ചിടണേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സവാള നട്ട്സും ഒക്കെ ഒന്ന്
വറുത്തെടുക്കണം. ഇത് ഞാൻ ആ സവോള കാണിച്ചില്ലായിരുന്നോ, അതിനകത്തുനിന്ന് തന്നെ മാറ്റിയതാണേ. അപ്പോൾ അത് വറക്കാനായിട്ട് ഞാൻ കുറച്ച് നെയ്യും കുറച്ച് ഒലിവ് ഓയിലുമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണേലും എടുക്കാമേ. കുറച്ച് നെയ്യും ഇട്ട് കൊടുക്കാം. അപ്പോൾ അപ്പുറത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ മീൻ ഫ്രൈ ആവുന്നതാണേ. സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം മൊരിയാത്ത സൈഡ് വേവാത്ത സൈഡ് ഉണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം എല്ലാം വേവായി. അപ്പം ഇത് നമുക്ക് മാറ്റാം. ഇവിടെ നമ്മുടെ ഉള്ളി പരുവമായി. ഇത് തണുക്കുമ്പോൾ നല്ല ക്രിസ്പി ആവും. ഇതിനെങ്കിൽ മാറ്റട്ടെ. അപ്പോൾ ഇതിനകത്തേക്ക് ലേശം നെയ്യൂടെ ഇട്ടിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ അണ്ടിപ്പരിപ്പ് റെഡിയായി. ഞാൻ അത് ഇവിടെ ഇട്ടേച്ച് ആ മീനൊന്ന് തിരിച്ചിടാൻ പോയി. അപ്പോഴത്തേക്ക് ഒരു സൈഡ് ഇത്തിരി ഒന്ന് ഇതായിപ്പോയി. സാധാരണ അണ്ടിപ്പരിപ്പ് ഒന്ന് റെഡിയായി വരുമ്പോൾ അതിനകത്തേക്ക് തന്നെയാണ് നമ്മൾ മുന്തിരി ഇട്ടെടുക്കുന്നത്. പക്ഷേ അത് മൂത്ത് പോയോണ്ട് ഞാനിങ്ങനെ മാറ്റിയേ. ഞാൻ ഈ റൈസിൻസ് മൊത്തത്തിൽ അങ്ങനെ ഫ്രൈ ചെയ്യുന്നില്ല. കുറച്ച് ഞാൻ റൈസ് വേവിക്കുമ്പോൾ അതിനകത്ത് ഇടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അതാണ്. അപ്പോൾ ആ മുന്തിരി നല്ലതുപോലെ നമുക്ക് കടിക്കാനും കിട്ടും, ചൊങ്ങി പോകത്തുമില്ല. ഇതിപ്പം നമ്മൾ ചൂടാക്കുമ്പോൾ നന്നായിട്ട് വീർത്ത് വരും, തണുക്കുമ്പോൾ അങ്ങ് ചൊങ്ങി പോകുന്നത്. അപ്പോൾ അതാ ഇതും റെഡിയായി. മാറ്റാം. കണ്ണുപോലെ കിടപ്പുണ്ട്. എക്സ്ട്രാ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ആദ്യം ഒഴിച്ച എണ്ണ മാത്രമേ ഉള്ളൂ. ഇനി മൂന്നാമത് കുറച്ചുകൂടെ ഫ്രൈ ചെയ്യാനുണ്ട്. അതിനും ഈ എണ്ണ മതിയാവും. ഇപ്പം ദശ കട്ടിയുള്ള മീനായതുകൊണ്ട് ഇത്തിരി ഒന്ന് സമയമെടുക്കും വേവാൻ. അതുകൊണ്ട് തീ കൂട്ടിയിട്ട് വേവിക്കരുത്. തീ കുറച്ചിട്ട് നന്നായി കഷ്ണം വേവണം. എന്നാലൊട്ട് മൊരിയുമേരുത്. അതാണ് പരുവ്. അന്നേരം അങ്ങ് കഴുകി വെച്ചാലേ പിന്നെ എനിക്ക് തന്നെ ബുദ്ധിമുട്ട് വരത്തില്ല. എല്ലാം കൂടി ഇനിയിപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ കുറേ കാണുമല്ലോ കഴുകാൻ. അതുകൊണ്ട് അപ്പോഴൊക്കെ അതെല്ലാം കഴുകി വെച്ചാൽ നമുക്ക് തന്നെ ജോലിഭാരം കുറയും. അപ്പം നമ്മുടെ ഈ പാതകം അല്ലെങ്കിൽ എന്താ പറയുന്നത് കൗണ്ടർ ടോപ്പ് എന്ന് പറയാം, അതൊക്കെ വൃത്തിയായി കിടക്കുകയും ചെയ്യും. പക്ഷേ സമയം 6 മണിയാവാൻ പോകുന്നു. മീനെല്ലാം ഫ്രൈ ചെയ്ത് തീരാറായി. പിന്നെ ഞാനേ അരി കുതിർത്തിട്ടില്ല. ഡയറക്റ്റ് കഴുകി ഒന്ന് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഇത് നന്നായിട്ട് അരി വറുത്തിട്ടാണ് ഞാൻ ചോറുണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കുതിർത്ത് കഴിഞ്ഞിട്ട്, അതായത് സാധാരണ ഞാൻ പറയത്തില്ലേ അരി അരമണിക്കൂർ കുതിർത്തിട്ട് നമുക്കുണ്ടാക്കാമെന്ന് പറയത്തില്ലേ. അപ്പം അങ്ങനെ കുതിർത്താൽ നമ്മൾ വറക്കുമ്പോൾ അരി പൊടിഞ്ഞു പോകും. കാരണം വറക്കുക എന്ന് പറയുമ്പോൾ കുറഞ്ഞതൊരു 10-15 മിനിറ്റെങ്കിലും എടുക്കും നന്നായിട്ട് വറന്നു വരാൻ. അപ്പം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ കുതുക്കണ്ട കേട്ടോ. ഡയറക്റ്റ് കഴുകി വെള്ളം വാലാനായിട്ട് വാരി വെച്ചാൽ മതി. അരി നന്നായിട്ട് വെള്ളം വാന്ന് ഉണങ്ങിയിരിക്കുവാണേ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വറക്കാൻ എളുപ്പമായിരിക്കും. വെള്ളമയം ഒട്ടും ഇല്ലല്ലോ. അപ്പോൾ അതാ നമ്മൾ മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ബാക്കിയുള്ള എണ്ണ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇത് ഞാൻ ആ നട്ട്സ് വറുത്തതിൻ്റെ ബാക്കി എണ്ണ, പിന്നെ മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതും എടുക്കാം. അപ്പോൾ നമുക്ക് ഇത്ര എണ്ണ പോരാ. കുറച്ചൊരു 1/2 സ്പൂൺ നെയ്യ്, കുറച്ചുകൂടി എണ്ണ ഒഴിക്കാം. നമുക്ക് നമ്മുടെ സവാള നന്നായിട്ട് വഴളണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏത് വേണേലും എടുക്കാമേ. ഇനി ഇതിലേക്ക് ആ സവാള ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴളുമേ. അങ്ങനെ അതിനകത്ത് ഇങ്ങനെ അരിഞ്ഞെടുത്തോണ്ടേ ഒട്ടും കട്ടിയില്ലാതെ സവാള കിട്ടിയേക്കുന്നേ. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് അല്ല, സാധാ ഒരു കടായിയാണ്. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴളണമല്ലോ, അതിന് വേണ്ടിയാണ് ഞാൻ വലിയ ഒരു പാത്രം തന്നെ എടുത്തത്. എപ്പോഴും പറയുന്നത് പോലെ ഉള്ളി വഴറ്റാൻ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒരു അരപ്പഴുവമായി. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്. അപ്പോൾ വെളുത്തുള്ളി പേസ്റ്റ് ഈ സ്പൂണിന് ഒരു 3.5 ടേബിൾ സ്പൂൺ, ഇഞ്ചി പേസ്റ്റ് ഈ സ്പൂണിന് 3 സ്പൂൺ, പച്ചമുളക് പേസ്റ്റ് ആക്കിയത് ഒരു 1/2 ടേബിൾ സ്പൂൺ. അവർ വന്നോ വണ്ടി ഓണെടുക്കല്ലേ. നന്നായിട്ട്
ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ വിരുന്നുകാരൊക്കെ വന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ സവാളയും മസാലയെല്ലാം നന്നായിട്ട് വഴണ്ടു. ഇനി ഇതിലേക്ക് 4 തക്കാളി മീഡിയം സൈസാണേ. അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടയണം. ഇതൊന്ന് അടച്ച് വെക്കാം. തീ കൂട്ടിയിടണ്ട, വേവട്ടെ. അപ്പോൾ അത് വഴളുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് മസാല എടുത്ത് വെക്കാം. പിന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാകും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. എരി അനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ബിരിയാണി മസാല നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണേലും യൂസ് ചെയ്യാമേ. കുതുമ്പ എടുത്തിട്ടുണ്ട്. ഈ ടീസ്പൂൺ അല്ലേ, അത് കുതുമ്പ എടുത്തിട്ടുണ്ട്. ഗരം മസാല 1.5 സ്പൂൺ. അപ്പോൾ ഇതിൻ്റെ ഈ ബിരിയാണി മസാല ഗരം മസാലയൊക്കെ നമുക്ക് നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതിനകത്ത് ഒന്നും ആക്കാൻ ഒക്കത്തില്ല. അതിനകത്ത് പേനയും പെൻസിലും ഇടും. അത് തുറക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ നടുക്ക് സ്ഥലം ഇല്ലയോ, അതിനകത്ത് പേനയും പെൻസിലും ഇടും. അതിനകത്ത് വെള്ളവും മീനും ഒക്കെയാ. അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താലും മതി. നന്നായിട്ട് അതിനകത്ത് യോജിച്ചു. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മസാലയില്ലേ, അതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ലേശം നാരങ്ങ നീര്, ലേശം നല്ല ഒരു അരമുറി. ഇത് നന്നായിട്ട് നീരുള്ള നാരങ്ങയാണേ. അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് അരമുറി നാരങ്ങ നീര് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ റൈസിലും ഇത്തിരി നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഓവർ പുളിയാവണ്ട. നീരനുസരിച്ചെടുത്താൽ മതി. ഒരു 1 ടേബിൾ സ്പൂണൊക്കെ. ഇത് നന്നായിട്ട് നീരുള്ളതാണ് കേട്ടോ, ഞാൻ മൊത്തം എടുക്കുന്നില്ല. ഇനി ചേർക്കുന്നത് തൈര്. നല്ല കട്ടത്തൈര് വേണമെന്നൊന്നുമില്ല, കാരണം നമ്മുടെ ഈ ഗ്രേവി ലേശം ഗ്രേവി ടൈപ്പ് ആയാലും കുഴപ്പമില്ല. റൈസിനകത്ത് ദം ചെയ്യാനുള്ളതാണ്. ഈ സ്പൂണിനൊരു 6 സ്പൂൺ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് മല്ലിയില, അപ്പോൾ 2-3 ഇതൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കുറച്ച് പുതിനയില. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ മസാലയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ബിരിയാണി മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഗരം മസാല ഇടാം. എരി കുറവാണെന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർക്കാം. അപ്പോൾ എനിക്കിതെല്ലാം പരുവമായി, ഇത്രയും മതി. ഉപ്പ് ഒത്തിരി ഓവർ ആവണ്ട, കാരണം നമുക്ക് മീനും ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ ഞാൻ കാണിച്ചില്ലായിരുന്നു ഇത്തിരി പൊടിഞ്ഞതുപോലുള്ള മീനൊക്കെ നമുക്ക് പിന്നെ ആവശ്യമുണ്ടെന്നാ ഇതുപോലെ പൊടിച്ച് ഇതിനകത്തോട്ടിടാം. അതായത് ചെറിയ മീൻ ഞാൻ ഫ്രൈ ചെയ്തില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പീസ് എടുത്ത് ഇങ്ങനെ പൊടിച്ചിട്ടാലും മതി. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മസാലയ്ക്ക് നല്ല ഒരു മീനിൻ്റെ മണം കിട്ടുന്നേ. അപ്പം നമ്മുടെ ഈ മസാല ഒത്തിരി വെള്ളമായി പോവരുത്. ദേ ഇങ്ങനെ കട്ടിക്ക് മതി. അപ്പം നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് തോന്നുന്നില്ല, ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുന്നുവെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് ഗ്രേവി ആക്കിയാൽ മതി. ഇതിപ്പം ആ തൈര് ലേശം വെള്ളമയം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ദേ ഈ ഗ്രേവി പരുവമാ. അപ്പോൾ ഈ മസാലയ്ക്ക് ഞാൻ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. നല്ല ഗരം മസാലയുടെ മണവും ടേസ്റ്റും ഉണ്ട്, എരിയുണ്ട്, പുളിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഈ മീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മസാല എടുത്ത് ഇത്തിരി ഒന്ന് മണ്ടയിലോട്ടിട്ട് പൊതിഞ്ഞു വെക്കാം. പൊടിഞ്ഞു പോകരുതേ. ഇപ്പം ഞാൻ ഇത്തിരി അബദ്ധമൊക്കെ കാണിച്ച് കുറച്ച് മസാല മാറ്റിയിട്ട് മീൻ വെച്ചിട്ട് ആ മസാല അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താലും മതിയായിരുന്നു. ഇതിന് സാരമില്ല. അപ്പോൾ അത് നന്നായിട്ട് മസാലയിൽ പൊതിഞ്ഞു. ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ കുറച്ച് നെയ്യും കുറച്ച് എണ്ണയുമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഗ്രാമ്പൂ, ഏലക്ക, പട്ട. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി നന്നായിട്ട് വെള്ളം വാന്നുണങ്ങിയേ. ഈ റൈസ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കും.
അപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടേയിരിക്കുന്നു. നല്ല മണം വരുന്നുണ്ട്, പൊട്ടുന്ന സൗണ്ടും കേട്ടു തുടങ്ങുന്നുണ്ട്. എന്തോട് ഇങ്ങനെ നിൽക്കുന്നേ? വീട്ടുകാരെല്ലാരും വന്നു. എനിക്ക് അങ്ങോട്ട് പോവാനോ സംസാരിക്കാനോ സമയം കിട്ടിയില്ല. ഇതിന്റെ അരിയുടെ അടുത്തുനിന്നേ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമ്മുടെ അരി കരിഞ്ഞും പോവും, പരുവത്തിന് കിട്ടത്തുമില്ല. അപ്പം നമുക്ക് പ്രകാലം എല്ലാവരെയും കാണാം. നമ്മുടെ കുട്ടിമണീസൊക്കെ ഉണ്ട്. ഇതാ റൈസ് നന്നായിട്ട് പൊട്ടി. നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ലേശം എരിക്ക് വേണ്ടി ഇത്തിരി പച്ചമുളക് പേസ്റ്റ്. അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂക്കട്ടെ. ലേശം കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. ഇത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിച്ചേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഗ്രേവിക്കൊക്കെ ഉപ്പുണ്ട്, അത് കണക്കാക്കി ഇടാവേ. ഇതിലേക്ക് മുന്തിരിങ്ങ ഇങ്ങനെ ഇടാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലാതെ വറുത്തിടാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇടാം. ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാല. അയ്യോ, ക്ലീൻ ചെയ്യുവാന്നോ? തുടച്ചു വന്നോ? അയ്യോ, തുടച്ചോ കുഞ്ഞ്, ക്ലീൻ ചെയ്തു. ഇപ്പം നന്നായിട്ട് തിളച്ചു. നമുക്കിതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 മുറി നാരങ്ങ ചേർത്തിട്ടുള്ളേ. അപ്പം ഒത്തിരി അങ്ങ് ഇളക്കണ്ട. ഇനി ഇത് ചെറു തേയില കിടന്നു പറ്റട്ടെ. ഇത് ഇത്ര വേണോ ബജി? ആ, എല്ലാരും ഇല്ലയോ? അടി കൂടെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതിയെ. മുകളിലോട്ട് ഇച്ചിരി നെയ്യ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. റൈസ് ഒന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി. ഹെൽപ്പ് മീ ലോഡ് യൂട്യൂബ് ചാനൽ കാണുന്ന ആരും ഇനി പറയരുത് റൈസ് ഇങ്ങനെ പറ്റിച്ചെടുക്കാൻ അറിയില്ല എന്ന്. കാരണം നമ്മളിപ്പോൾ ഒത്തിരി റെസിപ്പികൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞു. കറക്റ്റ് വെള്ളം ഒഴിച്ച് നമ്മുടെ ചോറ് പറ്റിച്ചെടുക്കുന്നത്. ഇത് നല്ല പരുവത്തിന് ഒട്ടും വെള്ളമില്ല, അതാ ഒന്നേലൊന്നേ തൊടാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം ദമ്മിടണം. ആദ്യം ലേശം നെയ്യിട്ട് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ലേശം ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചത്, നമ്മുടെ ഫിഷ് മസാല, ഇത്തിരി റൈസ് ഇട്ട് കൊടുക്കാം. മുന്തിരി, അണ്ടിപ്പരിപ്പ്, ലേശം പുതിനയില, മല്ലിയില, മുകളിൽ ലേശം ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി നെയ്യ്. ഇനി വീണ്ടും റൈസ് ഇടാം. അപ്പോൾ ദം ഇടാനായിട്ട് ഞാൻ ദേ ഒരു പാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. തവ ഉണ്ടെങ്കിൽ അതും വെക്കാം. തീ ഒന്നും ഇട്ടിട്ടില്ല, കനലുണ്ട്, അത് മതി. ഇട്ടിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുകൊണ്ട് അടച്ചു വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഗോതമ്പ് തൊട്ടുണ്ട് ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം, പിന്നെ ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളേ. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ ലെയർ ചെയ്യാം. അപ്പോൾ അതാ ഞാൻ മുകളിൽ കുറച്ച് കനൽ വിട്ടിട്ടുണ്ട് ദമ്മിടാനായിട്ട്. അപ്പോൾ റൈസിൻ്റെ കാര്യമെല്ലാം കഴിഞ്ഞു. ഇനി ഒന്ന് കുളിക്കണം, ഫ്രഷ് ആവണം. അപ്പം വേറൊരു പാത്രത്തിൽ വെച്ചത് ഇതിനകത്ത് ദമ്മിട്ടേക്കുക.
ഇല്ല വലിയ പീസുകളല്ല, ചെറുതാക്കിയില്ലേ. ഞാൻ പറഞ്ഞു ചെറുതാക്കെ. മെഷീനും ഉള്ളത് കട്ട് ചെയ്യാൻ ഞാൻ പറ്റില്ല. ഇപ്പൊ മുളക് വലുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റാനായിട്ട്. ശരിക്കും നല്ലൊരു കാന്താരമുളകല്ലേ? നിനക്ക് അച്ചാർ വേണം? കഴിക്കേ. ഇതെന്തുവാ? ബിജു എന്ത് ചെയ്യും? അവനെ പൊക്കി എടുത്തു ആ ഫോണിൽ ഭയങ്കര പ്രൊഫഷണലാ വെച്ച്. ഞാൻ പറ്റിരുന്നോളാം. ജോസാനോട് ഇരുന്നോ? ഞാൻ റിജോയോട് ഇരുന്നോളാം. ഇരുന്നോ? ഇരിക്കുന്നത് കഴിച്ചൊരു അഭിപ്രായം പറ. ഇവിടെ വത്സ്മാവ് പോയതിനു ശേഷം ടൈം ടേബിൾ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. കാര്യം ഞങ്ങളില്ല പാതാമ്പറവാ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഇത് ഹാപ്പി ന്യൂ ഇയർ പ്രമാണിച്ച് സ്പെഷ്യൽ ബിരിയാണിയാണ്. ന്യൂ ഇയറിന്റെ സ്പെഷ്യൽ ഐറ്റമാണ്. ഞാൻ എരിയൊക്കെ കുറച്ചാ ഇട്ടേക്കുന്നില്ല, ഞാൻ നോക്കിയില്ല എങ്ങനെ ഉണ്ടെന്നും. അല്ല പൊതുവെ എങ്ങനെ ഉണ്ട്? മീൻ ബിരിയാണി വിജയിച്ചു. ഇത് മീൻ വറുത്തിട്ടല്ലേ ഇതിനകത്ത് അല്ലേ? പക്ഷെ ഒത്തിരി ഡ്രൈ, ഒത്തിരി അങ്ങ് മൊരിക്കത്തില്ല ഇതിന്. ഒരു മുക്കാ പൈക്കും ആ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമെന്ന്. അയ്യോടാ മതിയാ? അവിടെ വെച്ചേ അതവിടെ. മീൻ ബിരിയാണി അല്ല ഞാനേ ഒന്ന് ടേസ്റ്റ് നോക്കിയതായിരുന്നു. ഇന്ന് രാവിലെ ഈ മീൻ കിട്ടിയില്ലെങ്കിൽ ഇത് നടക്കത്തില്ല. സാധാ ഊണും കാര്യം ഞാൻ വിളിച്ചു. നല്ല ഫ്രഷ് മീനായിരുന്നു. ഞാൻ കൊണ്ടുവന്ന ഫ്രഷ് മീൻ. അങ്ങനെ വെക്കുവോ? ഇവര് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ അപ്പൊ ഉച്ചക്ക് രാവിലെ തുടങ്ങണോ? അവരുണ്ട് രാവിലെ തുടങ്ങണ്ട ആഴ്ചക്ക്. ഇവര് തലക്കറി ഇഷ്ടമാണോ? ജസിന് ഇഷ്ടമായിരിക്കും. കഴിക്കോ? എന്ത് സാധനം? ജസി നാടനാ. പാമ്പ് ഒഴിച്ച് ബാക്കി എന്ത് വന്നതും കേറിയതും എല്ലാം ഒരുപോലെ ആയിപ്പോയി. അവളുടെ ഇടക്കം ബലമായിട്ട് എടുത്തോണേ. എനിക്ക് മതി, മതിയോ? ഇപ്പൊ മതി. പിന്നെ എപ്പോഴാ 10 മണിക്കോ? അല്ലല്ലേ, 1 മണിക്കോ? വിശാലമായിട്ട് നാളെ കഴിക്കും. ജസിനെ പോലെ എന്താ വേണം? ഞാൻ എടുത്തു. അപ്പൊ ബാക്കി എല്ലാരും കഴിക്കുന്നു. റിജോ കുറെ നേരമായിട്ട് ഫോണില്ല, വിളിച്ചിട്ട് വരുന്നില്ല. റിജോയും ഞാനും ഇരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഫിഷ് ബിരിയാണി എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ, നല്ല റെസിപ്പിയാ. ഞങ്ങളില്ലായിരുന്നു, പക്ഷെ എന്തോ ഇതിന് വീട്ടിൽ വിളിച്ചപ്പോഴത്തേക്കിന് എല്ലാരും വലിയ പീസാ, വലിയ പീസേ. സൂപ്പർ ബിരിയാണി. ഡോക്ടർ അഭിപ്രായപ്പെട്ടു. ഡോക്ടർ രോഗിയെ നോക്കുന്ന പോലെ നല്ല രീതിയിൽ നോക്കിയിട്ട് നല്ല ബിരിയാണി അടി ഉണ്ടാക്കല്ലേ. ഇനിയും ജസ്സിന്റെ അഭിപ്രായം കേക്കട്ടെ. ഒരുപാട് നാളെ ശേഷമാണ് ഒരു ഫിഷ് ബിരിയാണി കഴിക്കുന്നത്. ഒരുപാട് ഞാന് തനതായ നാടൻ ശൈലിയിലുള്ളൊരു ഗ്ലാസ് ബിരിയാണി. ആദ്യമായിട്ടാണോ ഇത്രയും ബിരിയാണി വെക്കുന്ന ആൾ? ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേ. ഈസി റെസിപ്പിയാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് ഈ അരിയാനും പേസ്റ്റ് ആക്കാനും ഒക്കെ ഉള്ള ഒന്ന് ചെയ്ത് വെച്ചാൽ ബാക്കിയൊക്കെ എളുപ്പമായി ബിരിയാണി പരിപാടി. അതൊക്കെയാ മെനക്കെട്ട പരിപാടി. ആ അതാണ് ഭയങ്കരം. ആ എളുപ്പമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.